ദൈവമേ നിനക്കു സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. സന്താപകാലത്തും സന്തോഷകാലത്തും എപ്പോഴും എൻ്റെ നാവു നിന്നെ വാഴ്ത്തുമേ. ദൈവമേ നിനക്കു സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. എൻ കണ്ണുനീരെല്ലാം തുടച്ചിടുന്നു നീ, കൺമണി പോലെ നിത്യം കാത്തിടുന്നെന്നെ. വൻകൃപയോർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നേ, വൻകൃപയോർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നേ. സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. ദൈവമേ നിനക്കു സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. ദൈവമേ നിനക്കു സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നപ്പാ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു രാത്രികാലം ഞങ്ങളെ വിട്ട് കടന്നുപോയി. സുഖകരമായി ഞങ്ങൾക്ക് ഉറങ്ങി ഉണരുവാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളെ താങ്ങി എഴുന്നേൽപ്പിച്ച ദൈവത്തിന് കൊടാനുകോടി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സൗഖ്യത്തോടും സുബോധത്തോടും ആരോഗ്യത്തോടും എഴുന്നേൽപ്പിച്ച ദൈവമേ, ഞങ്ങളങ്ങയ്ക്ക് നന്ദി പറയുക, സ്തോത്രം ചെയ്യുക. കർത്താവേ, ഈ നല്ല ദിവസകാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പൻ്റെ പക്കല ദാനമായി നൽകിത്തരേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സമാധാനവും സന്തോഷവും സൗഖ്യവും തരണമേ. ഭവനകാര്യാദികൾ ചെയ്തെടുപ്പാൻ ബലപ്പെടുത്തണമേ. എല്ലാ യാത്രകളിലും ജോലികാര്യങ്ങളിലും ഓരോ മക്കളുടെയും കൂടെ ഇരുന്ന് സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടുന്നത് നന്ദി ഞങ്ങളെ പോഷിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ ബലമുള്ള കരങ്ങളിലോട്ട് ഞങ്ങളെ ഏൽപ്പിച്ചു തരിക. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന ചോദിച്ച പ്രിയ മക്കളുണ്ട്. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്നവരെ പ്രിയ മക്കളുമുണ്ട്. അവരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ചുറ്റുപാട്, ഞങ്ങളുടെ അയൽ കുടുംബങ്ങൾ, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഹല്ലേലൂയ, എല്ലാം സ്തോത്രത്തോടെ നന്ദിയോടെ അപ്പൻ്റെ കരങ്ങളിൽ തരിക. സ്വർഗ്ഗമടിയങ്ങളെ അനുഗ്രഹിക്കുന്നത് പോലെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിച്ച് ബലപ്പെടുത്തി അത്ഭുതത്തോടെ, അതിശയത്തോടെ, സമാധാനത്തോടെ, സൗഖ്യത്തോടെ നടത്തണമേ. ആവശ്യങ്ങളെല്ലാം അറിഞ്ഞ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് നല്ല വൈദ്യനായും കൂടെ ഇരിക്കണമേ. കർത്താവേ, അപ്പോൾ ഞങ്ങളുടെ ദാനമായി തന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ ഞങ്ങളുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. 10ലും 11ലും 12ലും പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കളുണ്ട്. OIT IELTS പഠിക്കുന്ന മക്കൾ, ജർമ്മൻ പഠിക്കുന്ന മക്കളെ, നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, ഞങ്ങളെല്ലാവരെയും തിരുമുൻപാകത്തായിരുന്നു. കർത്താവേ, അപ്പാ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ, ബുദ്ധിയും ജ്ഞാനവും നൽകണമേ. നന്നായി പഠിച്ച് പരീക്ഷ എഴുതണം, നല്ല മാർക്കോടെ പാസ്സാകണം, ജയത്തോടെ അവരെ നടത്തണം. അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ, കർത്താവിനോട് ചേർന്ന് നടക്കട്ടപ്പ. പ്രാർത്ഥനയുടെ മുന്നേറുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നപ്പ. ഈ സമയം കർത്താവെ, ഇന്ന് പരീക്ഷ എഴുതിയ ഓരോ മക്കളെയും ഓർക്കുന്നു. അവരുടെ റിസൾട്ടിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. സ്വർഗമൊരുക്കുന്ന ജയത്തിനായി നന്ദി പറയുന്നു. അത്ഭുതവും ജയമായി മഹത്വമേറിയ സാക്ഷ്യം കേൾപ്പാൻ സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഹല്ലേലൂയ. നന്ദിയപ്പ, നന്ദി, നന്ദി കർത്താവെ, സ്തോത്രം കർത്താവെ. അപ്പോൾ പ്രാർത്ഥിച്ചേൽപ്പിക്കുക കർത്താവെ. ദൈവമായ കർത്താവെ, ഈ സമയം ഹല്ലേലൂയ കർത്താവെ, ഞങ്ങളുടെ ജോലി ചെയ്യുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തിലും സമാധാനത്തിലും ജോലി ചെയ്യാൻ കുഞ്ഞുങ്ങളെ സഹായിച്ച് ശക്തീകരിക്കണമേ. അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്ത് പോഷിപ്പിക്കണമേ. ഏറിയ പ്രതിഫലം കൊടുക്കണമേ. കഷ്ടപ്പാടുകളുടെ നടുവിൽ ജോലി ചെയ്യുന്ന മക്കളുണ്ട്. കർത്താവെ, അവരെ ഓർക്കണമേ. നടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സന്തോഷത്തോടെ ദൈവകൃപയോടും ജീവിപ്പാൻ സഹായിച്ചാട്ടപ്പ. ഹല്ലേലൂയ. ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം വളർത്തി തന്നെ ബാലപേടിയിൽ നിന്ന് വിടുവിക്കണേ. ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണേ. കർത്താവിൻ പൈതങ്ങളായി വളരുവാൻ സഹായിക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അങ്ങയുടെ പാദപീഠത്തിലോട്ട് ഏൽപ്പിച്ചു തരുന്നു. കർത്താവെ, ദൈവമായ കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നപ്പ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുക്കണം. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ മാനിച്ച ദൈവം ഇന്നും സർവ്വശക്തനാകിയാൽ നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ പൈതങ്ങൾക്ക് വേണ്ടി അത്ഭുത വഴി തുറന്നാട്ട്. വിവാഹപ്രായമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. വിവാഹപ്രായം കഴിഞ്ഞ ഞങ്ങളുടെ മക്കളുണ്ട്.
തക്ക തുണ ലഭിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. 2024 തീരുന്നതിന് മുൻപായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ ഇടയാക്കുമാറാകണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുക കർത്താവേ. കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകുമെന്നോർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ട്, അവരോട് കരുണ കാണിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്നു. തലമുറകളെ നൽകി അനുഗ്രഹിച്ചാട്ട് ദൈവമായ കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളുടെ എല്ലാ സങ്കടങ്ങളും വേദനകളും സ്വർഗ്ഗം എടുത്ത് മാറ്റണമെന്നും പ്രാർത്ഥിക്കുക. ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പ മാസം തികയോളം കൂടെ ഇരിക്കണമേ. സുഖപ്രസവം നൽകണമേ കർത്താവെ. ഊനമില്ലാത്ത വൈദ്യങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണമേ. ജോലിക്കൊക്കെ കടന്നു പോകേണ്ടുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. ക്ഷീണവും ഭാരമുള്ള കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. അവരെ ഉള്ളങ്കരത്തിലൊന്ന് താങ്ങിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നല്ല യാത്രകളിലും കൂടെ ഇരുന്ന് സുരക്ഷിതമായി എത്തിച്ചേരാൻ സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയം ഹല്ലേലൂയ കർത്താവെ, ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗം സഹായിച്ച് കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർക്കുന്നു. ഞങ്ങളുടെ യുവാക്കന്മാരെ സമർപ്പിക്കുന്നു കർത്താവെ. ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവെ, ഞങ്ങളുടെ എല്ലാ രോഗികളെയും സമർപ്പിക്കുന്നു. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും ആയിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുകയാണ്. എൻ്റെ കർത്താവെ, കരുണയോടെ അവരെ ഓർക്കണമേ. സൗഖ്യത്തോടെ സൂക്ഷിക്കണമേ. എല്ലാ അതിവേദനകളിൽ നിന്നും എല്ലാവരെയും വിടുവിക്കണമേ കർത്താവെ. സ്വന്തം കാര്യങ്ങൾ ചെയ്തെടുപ്പാൻ എല്ലാ മക്കളെയും സഹായിക്കണമേ കർത്താവെ. കിടക്കയിലായിരിക്കുന്ന മക്കളോട് കരുണ തോന്നണമേ കർത്താവെ. അപ്പം എൻ്റെ കർത്താവ് എല്ലാം അറിയുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഞങ്ങളുടെ ക്യാൻസർ രോഗികളെ, കിഡ്നി രോഗികളെ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരെ, തലവേദനയാൽ ഭാരമുള്ളവരെ, അപ്പോൾ തൈറോയിഡ് ഉള്ളവരെ, ആസ്മ ഉള്ളവരെ, അലർജി ഉള്ളവരെ, ത്വക്ക് രോഗമുള്ളവരെ, ബ്ലീഡിംഗ് ഉള്ളവരെ, ഉദരസംബന്ധമായ രോഗമുള്ളവരെ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരെ, കാഴ്ചയും കേൾവിയും ഇല്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തികളിൽ കൂടി കടന്നു പോകുന്നവർ അപ്പോൾ അവിടുത്തെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യൂറിക് ആസിഡ് ക്രിയാറ്റിനുമുള്ള മക്കൾ എൻ്റെ അപ്പൻ്റെ ബലമുള്ള കാര്യത്തിൽ സമർപ്പിക്കുക. അങ്ങ് മരുന്ന്, അങ്ങ് വൈദ്യന, അങ്ങ് തൊട്ടാൽ മതി, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം വരും. അപ്പോൾ നീ ഇവിടുന്ന് സഹായിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, സ്തോത്രം. മുട്ടിൻ്റെ വേദനയാൽ, നടുവിൻ്റെ വേദനയാൽ ഭാരമുള്ളവർ, എൻ്റെ ദൈവമായ കർത്താവെ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ, തലമുടി മുഴുവൻ കൊഴിഞ്ഞു പോകുന്നവർ, ഉറക്കമില്ലാത്തവർ എല്ലാം അപ്പച്ചൻ്റെ പാദപീഠത്തിൽ കൊണ്ടുതരിക. ചെവിയുടെ വേദനയാൽ, പല്ലിൻ്റെ വേദനയാൽ ഭാരമുള്ളവരുണ്ട് കർത്താവ്. എൻ്റെ അപ്പാ, അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലപ്പാ. എൻ്റെ സ്വർഗ്ഗം ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തണം. കാൽവരി ക്രൂശിൽ ഒരു തുള്ളി രക്തം ഓരോ മക്കളുടെ മേലും കുത്തിവയ്ക്കുമാറാകണം. എൻ്റെ അപ്പൻ അത്ഭുത സൗഖ്യം കൊടുക്കണം. ഇന്ന് വരെ ഞങ്ങളെ നിലനിർത്തിയ ദൈവമാണ്, പരിപാലിച്ച ദൈവമാണ്, ആപത്തിൽ അപകടത്തിൽ വിടുവിച്ച ദൈവമാണ്, കഷ്ടത്തിൽ കൂടിയിരുന്ന ദൈവമാണ്. ഹാലൊരു സങ്കേതമായ, ബലമായ, കോട്ടയായ, ഗോപുരമായി കൂടിയിരുന്ന കർത്താവെ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുക, സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ തന്നെ വിടുവിക്കുമെന്നർത്ഥ വചനമുണ്ടല്ല കർത്താവ്. ഓരോ മക്കളെയും സ്വർഗം വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവിധ നന്മകളും സന്തോഷങ്ങളും സമാധാനങ്ങളും സൗഖ്യങ്ങളും ദൈവകൃപകളും അവിടുത്തെ പക്കല ദാനമായി നൽകി തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും സമർപ്പിക്കുന്ന സ്വർഗം അവരെ ആശ്വസിപ്പിക്കുമാറാകണം. ഓപ്പറേഷനായി തയ്യാറെടുക്കുന്ന മക്കളുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം മനസ്സറിയണമേ. അപ്പോൾ ആശുപത്രി മുറിക്കുള്ളിലായിരിക്കുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കണം. ICUലും CCUലും ഡെലിവറി റൂമിലും ഒക്കെ കിടക്കുന്നവരുണ്ട്, വെന്റിലേറ്ററിൽ കിടക്കുന്നവരുണ്ടപ്പാ. എൻ്റെ സ്വർഗത്തിലെ അപ്പൻ്റെ കരമോട് ചലിപ്പിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം, സ്തോത്രം കർത്താവേ. ഈ സമയം കർത്താവേ, സുവിശേഷ വേല നിമിത്തം കഷ്ടമനുഭവിച്ച് ജയിലുകളിൽ വസിക്കുന്ന പ്രിയ മക്കളെ അവിടുത്തെ പൊന്നുകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അടിയൻ പേരുപേരായി ഓരോ മക്കളെയും സമർപ്പിക്കുന്നു കർത്താവേ. എൻ്റെ കർത്താവ് ഓരോ മക്കളെയും അറിയുന്ന ദൈവമാണല്ലോ. അടിയൻ മുൻപിൽ തന്ന പേരുകളെല്ലാം അപ്പൻ്റെ പാദപീഠത്തിലോട്ട് ഏൽപ്പിച്ചു തരികയപ്പാ. നീ അവരെ വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ട്, അത് നിശ്ചയമാണല്ലോ കർത്താവേ. അപ്പോൾ അതിൻ്റെ മക്കളാകുന്ന അടിയങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വർഗം സ്വീകരിക്കുമാറാകണം. അവിടെവിടങ്ങളിൽ അനേക കുഞ്ഞുങ്ങൾ തൻ്റെ പ്രിയ മക്കൾക്ക് വേണ്ടി കരയുന്നവരുണ്ടപ്പാ. ഹല്ലേലൂയ. കാരാഗ്രഹത്തിലായിരുന്ന പത്രോസിനെ വിടുവിച്ച ദൈവം ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ കർത്താവേ, നീ തൻ്റെ കുഞ്ഞുങ്ങളെ സ്വതന്ത്രരാക്കണം. ദൈവവേലയ്ക്ക് യാതൊരു തടസ്സവും ഉണ്ടാകാതെ വണ്ണം തൻ്റെ കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങി കർത്താവെ അതിശക്തമായ സുവിശേഷ വേലയിലായിരിക്കാൻ കൃപ ചെയ്യുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരു പോറൽ പോലും ഏൽക്കാതെ നീ സൂക്ഷിക്കുമാറാകണം. അവരുടെ കുടുംബങ്ങളെ സ്വർഗം സംരക്ഷിക്കുമാറാകണം പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു കർത്താവ്.
ഞങ്ങളുടെ ദേശം, ഞങ്ങളുടെ ചുറ്റുപാടുകളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ മേൽപ്പട്ടക്കാർ ദേവാലയങ്ങളെ സമർപ്പിക്കുന്നു. സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. ഞങ്ങളുടെ ഭരണകൂടങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ ഭരണകർത്താക്കൾക്കായി നന്ദി പറയുന്നു. വിശ്വസ്തരായി ദൈവകൃപ നിറഞ്ഞവരായി സന്തോഷത്തോടെ ഏൽപ്പിച്ച ജോലികളെ ചെയ്തെടുപ്പാൻ എൻ്റെ കർത്താവ് ഓരോ മക്കളെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണം. സമാധാനത്തോടെ ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പോക്കിലും വരവിലും വാഹനത്തിലും വഴിയിലും കൂടെയിരിക്കണം. എല്ലാ നല്ല ദാനങ്ങളെ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. ഞങ്ങളുടെ ഉപജീവനമാർഗം വാഴ്ത്തി അനുഗ്രഹിച്ചു തരണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, 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 സ്തോത്രം.